നമസ്കാരം. അല്പസമയം മുൻപ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത് ഈ നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ അല്ലെങ്കിൽ ക്രിമിനൽ പ്രതിയായ പൾസർ സുനിയെ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിച്ചതാണ്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും തോന്നിയത് ഒരു പൂമാല കൂടി ആവാമായിരുന്നുവെന്നാണ്. പ്രധാന വാർത്തകൾ നോക്കാം. നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി പുറത്തിറങ്ങുന്നത് 7.5 വർഷത്തിന് ശേഷം. ബലാത്സംഗ കേസ് പ്രതിക്ക് സ്വീകരണമൊരുക്കി മെൻസ് അസോസിയേഷൻ. മന്ത്രിസ്ഥാനത്ത് നിന്ന് എ കെ ശശീന്ദ്രനെ മാറ്റാൻ ധാരണ. തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ പവാറുമായുള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായി. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയാൽ ശശീന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാകും. മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ പോക്സോ കേസ്. ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്തത് മൂവാറ്റുപുഴ പോലീസ്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതിയിൽ ബംഗാളി നടി രഹസ്യമൊഴി നൽകി. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയുമായി നടി റിമ കലിംഗൻ. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. ADGPയെ മാറ്റണമെന്ന ആവശ്യത്തിന് പിന്നാലെ പുതിയ പോർമുഖം തുറന്ന് CPI. തൃശൂർ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് VS സുനിൽകുമാർ. വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് ആവശ്യപ്പെടും. അന്വേഷണം അടുത്ത പൂരം വരെ നീട്ടരുതെന്ന് പരിഹസിച്ച സുരേഷ് ഗോപി. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സമ്മർദ്ദമേറുന്നു. ശശിക്കെതിരായ അൻവറിന്റെ പരാതി ചർച്ച ചെയ്യാൻ പാർട്ടി. അല്ല, ശശിയുടെ അറിവോടാണോ അല്ലേ എന്നുള്ളത് പാർട്ടി അന്വേഷിക്കട്ടെ. എല്ലാത്തിലെയും ഇതിലെ നായകന് ആരാണ്? ADGP അജിത് കുമാറാണ്. സഹകരണ ബാങ്കിൽ നിന്നുള്ള വായ്പകൾ സഖാക്കൾ തിരിച്ചടയ്ക്കുന്നില്ലെന്ന് CPM രേഖ. ലഭിക്കാനുള്ളത് കോടികൾ, ഉടൻ തിരിച്ചടയ്ക്കണമെന്ന നിർദ്ദേശം. ശിരൂരിൽ ദൌത്യം നാളെ തുടങ്ങും. ഒരുക്കം പൂർണ്ണം. ഡ്രഡ്ജർ ഗംഗാവലിപ്പുഴയിലെത്തിച്ചു. ലബനനിലെ സ്ഫോടനമുണ്ടാക്കിയ പേജറുകൾക്ക് പിന്നിൽ മലയാളിയുടെ കമ്പനിയുമെന്ന സംശയം. ഷെൽ കമ്പനിയെന്ന് സംശയിക്കുന്ന നോട്ട ഗ്ലോബലിനെതിരെ ബൾഗേറിയയിലും നോർവേയിലും അന്വേഷണം. കമ്പനിയുടെ റിൻസൺ ജോസിനെ കാണാനില്ല. സ്ഫോടക വസ്തു നിറച്ച പേജറുകൾ വിൽക്കാൻ ഇസ്രായേൽ 2 ഷെൽ കമ്പനികൾ ഉണ്ടാക്കിയെന്ന് സംശയം. റിൻസനെ കുറിച്ചുള്ള വിവരങ്ങൾ ന്യൂസ് 18-ൽ. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ രാഷ്ട്രീയ വിവാദം. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായാണ് ചന്ദ്രബാബു നായിഡു ആരോപണം ഉന്നയിക്കുന്നതെന്ന് YSR കോൺഗ്രസ്. ലാബ് റിപ്പോർട്ട് എങ്ങനെ വ്യാജമാകുമെന്ന് TDP. ശിരൂർ ദൌത്യം നാളെ പുനരാരംഭിക്കും. ഇപ്പോൾ കാർവാർ യമല മാധ്യമങ്ങളെ കാണുന്നതിലേക്ക്. Because he is always calling me what happened, and he is here with us. And morning also I met MP in Bangalore. He is not well, I think. He told that I will come after 2-3 days. Tomorrow at what time you will start the operation? It is how you know, when the low tide is, then we will work. High tide, we will stop it again. Then port people are also there. Port people will take the continuous work observation. And it is the last try, what I can say. And how long the arm will go on? It will go up to 30-40 feet. I think he is there only, no? I think you people have asked him. Person, technical person is here only. And 50 meter to 20 meter. So now you plan to stay there?
ബാക്കിലേറ്റില്ല വൈജോട്ടെ. No, no. We have initially 3 days we are doing only the points which we had given by Navy and your Indravalan, whoever they have given the particular points and our MP also, he also told the same thing. That we will, our SP and DC has taken the decision. First we will try 3 days on that. Thereafter we will continue it. Sir, today 11 o'clock the dredger come here and around 1 o'clock the equipments all are assembled. But the operation not started now till. See, it is all What your is the will. reason, sir? I am telling you again, you should not ask this. Why you have bought this, you have to ask. Then I appreciate. See, the question is always not good. Why I am here? Why I am here? You tell me. Sir, the dredging. It's my duty. It's not my constituency. Even though it is my duty as an Indian, I have to do this work. Okay? And they have to make the arrangements. I don't know whether you are aware of this. Whatever you are looking that pipe, no, that has been cut and removed because of height of the. Sir, around 2 o'clock the dredging company says they are ready for the operation. But they DC or other not come here. And No. DC has not. give permission. DC has to give her own permission. Means it is the government what she is working. She is not like me. I can come and anytime I can start. She has to tell the government that Baba we are doing and all these things. And the SP has also report intelligence department and all these things. Then only we can start. Tomorrow Navy will come. We don't require Navy and all these things. Why I don't know. Again and again you people are asking Navy. Huh? Sir, Any relation you have, Tamil or something like that? sir, What Navy can do? You tell me. What Navy can do? You tell me. sir, You tell me. I am asking you what Navy can do. They have diverse. They have diverse. The operation tomorrow. Huh? Exactly what? We will continue. See, in a day, 6 hours is low tide, 6 hours is full tide, again 6 hours is low tide, again 6 hours is high tide. In the high tide, daytime only we will work. And we have given them per day 8 hours work. It is, if they work for 6 hours and 10 days, if they have to work, then they have to work for 13 days. You got my point, no? If my brother asking why you are not start 2 o'clock, 3 o'clock, then what I can reply? No, tomorrow the divers will the divers. Divers are also along with him only. Okay. Yeah. Rajkumar, port yaar idhar appa. Hey Rajkumar, driving people kari thi. Driving people kari thi. Mat aur yellow contract rail hoda pao ya. Mahendra lidya. Hey, come here. You told that at 2 o'clock I am ready. What ready? But you cannot tell that. See, this is a government. Okay. Department has to do the work, right? It is not me and you. I can start now only. It is not a lunch. It has to take their systems. Systems they have to adapt. Na? Don't tell something like, because first day I don't want any tension, boss, please. No, sir. You have to support us, boss. How we are working. Full support for. What happened in Kerala, you tell me? Why not? What happened, you tell me? Not compare that, sir. No. Arey, we are working That's like, not fair, sir. we are working like a mad person, I am telling you. You have to appreciate. Please. If you are not appreciating, then I cannot reply. Yeah. See, now SP is there. He has to inform in department. I ശിരൂരിൽ cannot കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നാളെ രാവിലെ 8 മുതൽ Madam, തുടരും. ഡ്രെഡ്ജർ ഗംഗാവലി പുഴയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായി. കാർവാർ MLA സതീഷ് സെയിലാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം.
നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ജാമ്യം സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ വാദം കേട്ട ശേഷമാണ് പ്രചാരണ കോടതി ജാമ്യം നൽകിയത്. കഴിഞ്ഞ ദിവസം കർശന ഉപാധികളോടെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുദ്രാവാക്യങ്ങൾ പോലും മുഴക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഏതായാലും നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പൾസർ സുനി CS സുനിൽകുമാർ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു. സുപ്രീം കോടതി അനുവദിച്ച ജാമ്യം വിചാരണ കോടതി ജാമ്യവ്യവസ്ഥകൾ ശരിവെച്ചുകൊണ്ടാണ് ജാമ്യവ്യവസ്ഥകൾ ഇന്ന് വിചാരണ കോടതിയിൽ അത് വാദം നടന്നു. പ്രോസിക്യൂഷൻ ഉന്നയിച്ച ജാമ്യവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഇന്ന് 4:30 എറണാകുളം സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. ഇതിൽ പുറത്തിറങ്ങിയ പൾസർ സുനി ബന്ധുക്കൾക്കൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഈ ജാമ്യവ്യവസ്ഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയാവുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയും ഇന്ന് രാവിലെ പലവട്ടം മാധ്യമപ്രവർത്തകർ സുനിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചെങ്കിലും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇത്തരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിലും ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. പിന്നീടാണ് ജാമ്യവ്യവസ്ഥകൾ അടക്കം നിശ്ചയിച്ചത്. പിന്നീട് യാതൊരു പ്രതികരണത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ നിന്നിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇതിൽ ജാമ്യവ്യവസ്ഥകൾ തന്നെയാണ്. പ്രോസിക്യൂഷൻ പ്രധാനമായിട്ട് തന്നെ ഉന്നയിച്ചത് ഇത് വിചാരണ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഘട്ടത്തിൽ ഇതിലെ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രതി പുറത്തേക്ക് വരുന്നത് അതിന് വിചാരണ നടപടികൾ കേസിന്റെ ഗതിയെ തന്നെ ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത്തരം ആശങ്കകളും കാര്യങ്ങളും എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യവ്യവസ്ഥകളടക്കം നിശ്ചയിക്കപ്പെടുന്നത്. ഇതിൽ കോടതിയുടെ പരിധി വിട്ട് പോകരുത്. എല്ലാ ആഴ്ചയിലും തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പ് രേഖപ്പെടുത്തണം. ഒപ്പം തന്നെയും ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങളടക്കം ഈ കോടതിക്ക് പോലീസിനടക്കം കൈമാറേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിയുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പ്രകാരം തന്നെയും പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളിൽ ഇയാൾക്ക് ജീവന് ഭീഷണിയുണ്ടായെന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഇത്തരം കാര്യങ്ങളിൽ റൂറൽ എസ്പിക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ട ചുമതലയുണ്ട് എന്നതടക്കം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. 1 ലക്ഷം രൂപയുടെ 2 പേരുടെ ആൾജാമ്യത്തിന്റെ കൂടി വ്യവസ്ഥയിലാണ് പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷം ജാമ്യം അനുവദിക്കുന്നത്. ഇതിൽ 10 തവണയോളം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ജാമ്യത്തിന് വേണ്ടി സമീപിക്കുകയും തുടർച്ചയായി ഇത്തരം ജാമ്യാപേക്ഷകളുമായി ചെല്ലുന്നതിന് കോടതി തന്നെയും പിഴ ഈടാക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പിന്നീടാണ് സുപ്രീം കോടതിയിലേക്ക് കേസ് പരിഗണനയിലേക്ക് എത്തുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിചാരണ നടപടികൾ നീണ്ടുപോകുന്നു എന്നത് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇയാൾക്ക് ജാമ്യം അനുവദിക്കാനായിട്ട് നിർദ്ദേശമടക്കം നൽകിയത്. ഇതനുസരിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷന്റെ വാദം കേട്ട ശേഷമാണ് ഇതിൽ ഉപാധികൾ നിശ്ചയിക്കുകയും തുടർന്ന് അത്തരം വ്യവസ്ഥകൾ ഉപാധികളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് ഇവിടേക്ക് കോടതി ഉത്തരവുമായി പൾസർ സുനിയുടെ അഭിഭാഷകനെത്തുകയും ജാമ്യം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തതിനു ശേഷം ജാമ്യം അനുവദിക്കപ്പെട്ടു. അതിന്റെ ഉത്തരവിന് ശേഷം എറണാകുളം സബ് ജയിലിൽ നിന്ന് ബന്ധുക്കൾക്കൊപ്പം പൾസർ സുനി മടങ്ങുകയും ചെയ്തു. ഇവിടെ സ്വീകരിക്കാൻ എന്ന പേരിൽ എത്തിയിരുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ചില സ്വീകരണ പരിപാടികൾ പോലെ ഇവിടേക്ക് എത്തിയിരുന്നു. അവരെ ഈ പൾസർ സുനിയുടെ അഭിഭാഷകർ തന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അത്രയും ചില കാര്യങ്ങൾ കൂടി ഈ ജയിലിന് മുന്നിൽ നടന്നു. ക്യാമറമാൻ പ്രശാന്തിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന് അന്വേഷണ സംഘമായി SIU 1 യൂണിറ്റ് അന്വേഷിക്കും. നിലവിൽ സുജിത് ദാസിനെതിരായ മറ്റൊരു പരാതി ഈ യൂണിറ്റ് പരിഗണിക്കുന്നുണ്ട്. വിനോദ് വിവരങ്ങൾ പങ്കുവയ്ക്കും. വിനോദ്, അങ്ങനെ വിജിലൻസ് അന്വേഷണത്തിന്റെ അന്വേഷണ സംഘമായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. SIU 1 യൂണിറ്റാണ് ഇത് അന്വേഷിക്കുക. ആരൊക്കെയാണ് ഈ യൂണിറ്റിലുള്ളതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വിശദാംശങ്ങൾ. വിനോദ്. ADGP MR കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം, ഈ അന്വേഷണത്തിനാണ് ഇപ്പോൾ ടീമായിരിക്കുന്നത്. SIU 1 തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1 ഇത് അന്വേഷിക്കുക. വിജിലൻസ് മേധാവി തന്നെ ഇതിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കും. ജോൺ കുട്ടിയാണ് SP, അദ്ദേഹമാണ് SIU 1 SP. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ അന്വേഷണം നടത്തുക. പ്രധാനമായും കവടിയാറിൽ വലിയ മന്ദിരം, അതായത് രാജകീയ മന്ദിരം നിർമ്മിക്കുന്നു. ആ തരത്തിലുള്ള വീടാണ് നിർമ്മിക്കുന്നത്. ഇതിനുള്ള സാമ്പത്തികം എവിടെ നിന്ന്? അതായിരുന്നു PV അൻവറിൻ്റെ ഒന്നാമത്തെ ചോദ്യം. അതോടൊപ്പം തന്നെ സ്വർണം തട്ടിയെടുക്കുന്നു. മുൻ SP സുജിത് ദാസും ADGP MR കുമാറും ചേർന്ന് പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായുള്ള ബന്ധം, ഇതെല്ലാം തന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം. യൂട്യൂബ് ചാനൽ ഉടമയിൽ നിന്ന് 1.5 കോടി രൂപ കോഴ വാങ്ങി കേസ് ഒതുക്കി തീർത്തുവെന്ന മറ്റൊരു ആരോപണം, ഇതെല്ലാം തന്നെ വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിൽ വരും. ഇപ്പോൾ
ഇങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ അജിത് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള സ്ഥാനം, ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനം, അവിടെ തന്നെ എത്ര നാൾ തുടരാൻ കഴിയുമെന്ന ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. ഇത്തരമൊരു അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് സ്വാഭാവികമായും അവിടെ തുടരാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ? മാത്രമല്ല RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, ഇത് ഇടതുമുന്നണിയിലെ തന്നെ ഘടകകക്ഷികൾ വലിയ വിവാദമായി ഉയർത്തുകയും അവർ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ADGPയുടെ സ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെയാണ് CPM മറുപടി പറയേണ്ടി വരുന്നത്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ടി വരുന്നത്. ഇനി എത്ര നാൾ ഈ സ്ഥാനത്ത് തന്നെ അജിത് കുമാറിനെ തുടരാൻ അനുവദിക്കാൻ കഴിയും എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. നേരത്തെ തന്നെ DGPയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘത്തിൻ്റെ അന്വേഷണം അജിത് കുമാർ നേരിടുന്നുണ്ട്. അത് കൊലപാതകം, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, മരംമുറി, അത് സുജിത്ദാസിനെതിരെയുള്ള അന്വേഷണമാണ്, SP ഓഫീസിലെ മരംമുറി തുടങ്ങി നിരവധിയായ ആരോപണങ്ങൾ ഒരു വശത്തുണ്ട്. മന്ത്രിമാരുടെ ഫോൺ ചോർത്തി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ, തീവ്രവാദ സംഘങ്ങളുമായുള്ള ബന്ധം, ഇതിൻ്റെ തെളിവുകളെല്ലാം ഉണ്ട് എന്ന നിലയിൽ തന്നെയാണ് PV അൻവർ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും പിന്നീട് DGPയെയും സമീപിച്ചത്. DGP ഈ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന പരാതിയിൽ മുഖ്യമന്ത്രിയോട് ശുപാർശ നടത്തുകയായിരുന്നു വിജിലൻസ് അന്വേഷണത്തിന്. ആ അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം തീരുമാനമായി. ഇപ്പോൾ അതിന് ടീമായിരിക്കുന്നു. തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1 ഇതിൽ അന്വേഷണം നടത്തുക. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. അജിത് കുമാറിനെ സംബന്ധിച്ച് ഇനി എത്ര നാൾ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് തുടരാൻ കഴിയും എന്ന ഒരു ചോദ്യം കൂടി ഒരു വശത്ത് ഉയർന്നു വരികയാണ്. അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇന്നലെ രാത്രിയോടുകൂടി വന്നു. ഇപ്പോഴിതാ വിജിലൻസ് അന്വേഷണത്തിന് ഒരു ടീം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ അന്വേഷണത്തിനുള്ള ഘട്ടങ്ങൾ പൂർണ്ണമായും ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് അന്വേഷണം എപ്പോഴത്തേക്ക് ആരംഭിക്കുമെന്നാണ്. അതിലുപരി പ്രധാനമായും ഇത്തരത്തിലൊരു അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ പ്രായോഗികമായി ADGP സ്ഥാനത്ത് നിന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാർ മാറി നിൽക്കേണ്ടതോ അല്ലെങ്കിൽ അവധിയിൽ പോവേണ്ടതോ ആണ്. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ടോ? ഏറ്റവും പ്രധാനമായി CPI മുന്നണിക്കുള്ളിൽ തന്നെ ഉള്ള ചേരിതിരിവ്, ഈ വിഷയത്തിലുള്ള ചേരിതിരിവ് പരസ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു മാറ്റം ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണമോ നമ്മൾ? തീർച്ചയായും ഇത് വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണമാണോ ത്വരിതാന്വേഷണമാണോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഈ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ മാത്രമേ വ്യക്തമാകൂ. ഏതായിരുന്നാലും ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്ന് ഇപ്പോൾ ആ തീരുമാനമുണ്ടായിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു. SIU 1 അന്വേഷിക്കുക. ആ യൂണിറ്റിൻ്റെ SPക്ക് ഈ ചുമതല നൽകിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ ഈ ടീം അംഗങ്ങൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ കാലപരിധി, എത്ര ദിവസം കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനി തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. അജിത് കുമാറിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വെല്ലുവിളിയുടെ സമയമാണ്. ഒന്നിൽ കൂടുതൽ അന്വേഷണങ്ങൾ നേരിടേണ്ട സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ ADGP പോകുന്നുവെന്ന തീർത്തും അസാധാരണമായ ഒരു സാഹചര്യം, ഒരുപക്ഷെ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധമുള്ള ഒരു അന്വേഷണ രീതികളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു. സംസ്ഥാന പോലീസിൽ തന്നെ രണ്ടാമതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. DGP കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള തസ്തികയിൽ തുടരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ലോ ആൻഡ് ഓർഡർ ADGP. ക്രമസമാധാന ചുമതല ഇപ്പോഴും അജിത് കുമാർ വഹിക്കുകയാണ്. അവിടെയാണ് ഇടതുമുന്നണിയിലെ തന്നെ ഘടകകക്ഷികൾ വലിയ വിമർശനവുമായി രംഗത്തുള്ളത്. അജിത് കുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇവരും ആവശ്യപ്പെടുന്നത്. PV അൻവർ ഇത് നേരത്തെ തന്നെ ആവശ്യപ്പെട്ട കാര്യമാണ്. ഈ അന്വേഷണം തന്നെ വൈകുന്നുവെന്ന ആരോപണവും ഒരു വശത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. വിജിലൻസിന് ശുപാർശ നൽകിയെങ്കിലും, വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശ നേരത്തെ തന്നെ DGP നൽകിയെങ്കിലും അക്കാര്യത്തിൽ തീരുമാനം വൈകുന്നു എന്ന ആക്ഷേപം ഒരു വശത്ത് ഉയർന്നു വരികയും ചെയ്തു. ഇപ്പോൾ 2 അന്വേഷണങ്ങൾ നേരിടുമ്പോൾ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അക്കാര്യത്തിലും അന്വേഷണം വേണമെന്ന ശക്തമായ ആവശ്യം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെയുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അക്കാര്യം അന്വേഷിക്കുമെന്ന് തന്നെയാണ്. പക്ഷേ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ അക്കാര്യം വരുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏതായിരുന്നാലും വിജിലൻസ് അന്വേഷണം വന്നിരിക്കുന്നു. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് വാങ്ങിക്കൂട്ടി, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടിയ സ്വർണം, അതിൻ്റെ പങ്ക് പറ്റി തുടങ്ങിയ കാര്യങ്ങൾ, തുടങ്ങിയ ആരോപണങ്ങൾ, യൂട്യൂബ് ചാനൽ ഉടമയിൽ നിന്ന് പണം വാങ്ങി, ഇതെല്ലാം തന്നെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും. ഭവ്യ. PV വിനോദാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ഒരിടവേള. ലെബനൻ പേജർ സ്ഫോടനത്തിന് മലയാളി ബന്ധം. നാഷണൽ ബ്രേക്കിംഗ് വാർത്ത പുറത്തുവിട്ട് ന്യൂസ് 18 കേരളം.
ഈ പേജർ വിൽപ്പനയ്ക്ക് പിന്നിൽ ഒരു മലയാളി ബന്ധമുണ്ടെന്ന സൂചന കൂടി പുറത്തു വരികയാണ്. റിൻസൺ ജോസിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുറത്ത്. സജിത്ത്, ഈ വയനാട് മാനന്തവാടി സ്വദേശിയാണ് ഈ റിൻസൺ ജോസ്. റിൻസൺ ജോസിനെ ഈ സ്ഫോടനം നടന്ന ആ ദിവസം തന്നെ കാണാതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംശയത്തിന് ഇടയാക്കിയിരുന്നു. മൊസാദിന്റെ പദ്ധതിയിൽ മലയാളി ഉൾപ്പെട്ടതെങ്ങനെ? ഇന്ത്യൻ അസോസിയേഷൻ നോർവേയുടെ ഓണാഘോഷ പരിപാടി സജീവമായി അദ്ദേഹം പങ്കെടുത്തിരുന്നു. വിവരങ്ങൾ ആദ്യം ന്യൂസ് 18. ന്യൂസ് 18 വാർത്തകളിൽ എന്നും മുന്നിൽ. തിരികെ വാർത്തയിലേക്ക്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് നടത്താനായില്ല. പ്രതി അജ്മലിനെ സംഭവസ്ഥലത്തെത്തിച്ചപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. വിനീഷ് കൊട്ടാരക്കര വിവരങ്ങളുമായി ചേർന്നു. വിനീഷ്, തെളിവെടുപ്പ് നടക്കേണ്ടത് കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷമേ ബാക്കി കാര്യങ്ങളിലേക്ക് പോലീസിനടക്കം കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇന്ന് തെളിവെടുപ്പ് നടക്കാതിരുന്നത്? നാടിനെ നടുക്കിയൊരു ക്രൂര കൊലപാതകമാണ് കൊല്ലം വൈനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്നത്. സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് നടത്താനായില്ല. വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, എന്തുകൊണ്ടാണ് ഇന്ന് തെളിവെടുപ്പ് നടത്താനാവാതിരുന്നത്? മൈനാഗപ്പള്ളി അനൂർക്കാവിൽ വലിയ രീതിയിലുള്ള ഒരു ജനരോക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പ്രതികളുമായി തെളിവെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നാട്ടുകാരും അതുപോലെ തന്നെ ഈ മരണപ്പെട്ട സ്ത്രീയുടെ ബന്ധുക്കൾ അടക്കം ഇവിടേക്ക് വലിയ ഒരു ജനരോക്ഷമാണ് ഇവിടെ സംഭവിക്കുന്നത്. പോലീസിന് തെളിവെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആദ്യം അജ്മലിനെയാണ് തെളിവെടുപ്പിനായി ഇവിടെ എത്തിച്ചത്. പക്ഷേ വാഹനത്തിൽ നിന്നും അജ്മലിനെ ഇറക്കിയില്ല. അത്രത്തോളം ജനരോക്ഷത്തിലേക്ക് എത്തി. നാട്ടുകാർ ഈ ഒരു വാഹനത്തിന് ചുറ്റും വട്ടം കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. വലിയൊരു ജനരോഷം കണക്കിലെടുത്താണ് പോലീസ് വലിയ രീതിയിൽ ഇവിടെ നിന്നും പിന്നെ അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കരുനാഗപ്പള്ളിയിൽ ഒരു ഹോട്ടലിൽ, അതായത് രണ്ട് പ്രതികളും സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് നടത്താനായില്ല. പ്രതി അജ്മലിനെ സംഭവസ്ഥലത്തെത്തിച്ചപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. വിനീഷ് കൊട്ടാരക്കരയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റും. തോമസ് കെ തോമസ് മന്ത്രിയാകും. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ശരത് പവാർ അംഗീകരിച്ചു. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് AK ശശീന്ദ്രനെത്തും. PC ചാക്കോയും മാറും. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി NCPയിലുണ്ടായ തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും പരിഹാരമാകുന്നില്ല. ഇന്ന് ശരത് പവാറുമായി NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ, മന്ത്രി AK ശശീന്ദ്രൻ, കുട്ടനാട് MLA തോമസ് കെ തോമസ് എന്നിവർ ചർച്ച നടത്തി. ഒരു ഫോർമുലയാണ് ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. അത് ശശീന്ദ്രൻ തൽക്കാലത്തേക്ക് മാറട്ടെ, തോമസ് കെ തോമസ് വരട്ടെ എന്ന സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും ആവശ്യം ശരത് പവാറും തത്വത്തിൽ അംഗീകരിച്ചതാണ് ലഭിക്കുന്ന സൂചന. പക്ഷെ ഒരു തീരുമാനമായി അദ്ദേഹം അത് നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല. പകരം ഇങ്ങനെ ഒരു ധാരണ ആ യോഗത്തിലുണ്ടായി. അപ്പോൾ ശശീന്ദ്രനും ഒരു നിലപാട് അറിയിച്ചത് ദേശീയ അധ്യക്ഷൻ പറയുന്ന തീരുമാനം, പാർട്ടി പറയുന്ന തീരുമാനം അംഗീകരിക്കാൻ താൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തും മാറ്റമുണ്ടാകണം. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ഇരട്ട പദവി വഹിക്കുന്നയാളാണ്. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിക്ക് പുറമെ NCPയുടെ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് എന്ന ജോലി കൂടി ചെയ്യുന്നയാളാണ്. രണ്ടിടത്തും, അത് ദേശീയ തലത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ഫുൾ ടൈമർ ആകണം, അതുപോലെ സംസ്ഥാനത്തും തദ്ദേശ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒക്കെ വരാനിരിക്കെ ഒരു മുഴുവൻ സമയ പ്രസിഡന്റ് വേണം. അതുകൊണ്ട് PC ചാക്കോയും മാറട്ടെ എന്ന നിലപാട് ശശീന്ദ്രൻ മുന്നോട്ട് വച്ചു. പകരം ശശീന്ദ്രൻ പാർട്ടിയുടെ മന്ത്രിസ്ഥാനം ഒഴിയുന്ന ശശീന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരട്ടെ എന്ന നിലപാടാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ സ്വീകരിക്കുന്നത്. ഈ ഒരു അന്തിമ തീരുമാനം ശരത് പവാർ അറിയിച്ചിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞ ശേഷം തീരുമാനം അറിയിക്കാം. അതിനു മുമ്പ് CPM നേതൃത്വവുമായും മുഖ്യമന്ത്രിയുമായും NCPയുടെ ദേശീയ നേതൃത്വത്തിന്റെ ചർച്ച നടത്തിയേക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, NCP മന്ത്രിയെ പിൻവലിച്ചാലും പകരം മന്ത്രിയെ നൽകണമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഇടതു മുന്നണിയാണ്, മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ വന്നു കണ്ട NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇടതുമുന്നണി NCPക്ക് ഒരു മന്ത്രിയെ നൽകി, ആ മന്ത്രിയായി ശശീന്ദ്രനുണ്ട്, ആ മന്ത്രിയെ പിൻവലിച്ചാൽ പിന്നീട് നൽകണമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഇടതു മുന്നണിയാണ്, മുന്നണി യോഗം ചേർന്ന് തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ NCP മന്ത്രിസ്ഥാനത്ത് ശശീന്ദ്രനെ പിൻവലിച്ചാലും പകരം മന്ത്രിയെ നൽകാൻ CPM തയ്യാറാകുമോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അതാണ് ഇപ്പോൾ ശശീന്ദ്രനും ആയുധമാക്കുന്നത്. ശശീന്ദ്രൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശുഭപ്രതീക്ഷ മുഖ്യമന്ത്രി ഈ മന്ത്രിമാരത്തെ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനത്ത് തുടരാം, അല്ല അങ്ങനെ മന്ത്രിസ്ഥാനത്ത് മാറേണ്ടി വന്നാൽ
സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും താൻ ഉണ്ടാകും എന്ന ഒരു ആത്മവിശ്വാസമാണ് ശശീന്ദ്രൻ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഏതായാലും ശരത് പവാറിന്റെയും മുഖ്യമന്ത്രിയുടെയും കൈകളിലാണ് ഇനി ഈ എൻസിപിയുടെ മന്ത്രിസ്ഥാനത്തിന്റെ ഭാവി. അതിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും തന്നെയാകും. ഒരിടവേള കൂടി. തിരികെ വാർത്തയിലേക്ക്. മുകേഷ് അടക്കമുള്ളവർക്കെതിരെ ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ച നടിക്കെതിരെ പോക്സോ കേസ്. മൂവാറ്റുപുഴ പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് നടിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധു കൂടിയായ പെൺകുട്ടി രംഗത്തെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ പോലീസ് നടിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ സിനിമയിലെ തന്നെ 4 നടന്മാരുൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക ആരോപണ പരാതി ഉന്നയിച്ച ആലുവ സ്വദേശി കൂടിയാണ് ഈ നടി. അതായത് 2014 തൻ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ഓഡിഷൻ ആണെന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അവിടെ എത്തിയപ്പോൾ പരിചയമില്ലാത്ത 3ഓ 4ഓ സംഘത്തിലെ അംഗങ്ങൾ തന്റെ ശരീരത്തിലേക്ക് സ്പർശിക്കാൻ ശ്രമിക്കുകയും ഇത് തടഞ്ഞുകൊണ്ട് താൻ നിലവിളിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നടിയിൽ നിന്നും നടി പിന്നീട് തന്നെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടാക്കിയത്. പിന്നീട് താൻ ഇത് തന്റെ മാതാവിനോടും സഹോദരനോടും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു എന്നുകൂടി പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അന്ന് താൻ പ്രായപൂർത്തിയായിരുന്നില്ല. തന്റെ ഭാവിയെ കരുതിയാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ അന്ന് തയ്യാറാകാതിരുന്നത്. പക്ഷെ പിന്നീട് ഇപ്പോൾ തനിക്ക് ഇതിനുള്ള പറയാനുള്ളൊരു ധൈര്യം കിട്ടി. ഇതുകൊണ്ടാണ് DGPക്കും മുഖ്യമന്ത്രിക്കും അടക്കം താൻ പരാതി നൽകിയതെന്നുകൂടി ഈ പെൺകുട്ടി പറയുന്നുണ്ട്. എന്തായാലും ഈ DGPക്ക് നൽകിയ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മൂവാറ്റുപുഴ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി ഈ നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്നലെ തന്നെ ഈ ആരോപണം നിഷേധിച്ചുകൊണ്ട് നടി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതി ഉന്നയിച്ച ബംഗാളി നടി രഹസ്യമൊഴി നൽകി. കൊൽക്കത്ത അലിപൂർ സെഷൻസ് കോടതിയിലാണ് മൊഴി നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നടി റീമ കല്ലിങ്കൽ പോലീസിന് പരാതി നൽകി. എറണാകുളം DCPക്ക് നൽകിയ പരാതി എറണാകുളം സെൻട്രൽ ACP അന്വേഷിക്കും. 8 പേർക്കെതിരെയാണ് പരാതി. താൻ ലഹരിക്കടിമയാണെന്ന് ചിലർ ആരോപിക്കുന്നുണ്ടെന്നും ഇവർ സോഷ്യൽ മീഡിയയിൽ തന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം തമിഴ് ഗായിക സുചിത്രയ്ക്കെതിരെ റിമ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. റിമയുടെ വസതിയിൽ ലഹരി പാർട്ടി നടത്തിയെന്ന ആരോപണത്തിലായിരുന്നു നടപടി. തൃശൂർ പൂരം കലക്കിയതിലുള്ള അന്വേഷണം സർക്കാർ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കി. അന്വേഷണം നടക്കുന്നതായി അറിവില്ലെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള വിവരാവകാശ രേഖയിൽ പറയുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിച്ചതായി CPI നേതാവും തൃശൂരിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ ആരോപിക്കുന്നുണ്ട്. അന്വേഷണ പുരോഗതി സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല എന്നും VS സുനിൽകുമാർ വിമർശിച്ചു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ചില ഉദ്യോഗസ്ഥന്മാർ തിരുവമ്പാടി പാറമേക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ ഭാരവാഹികളെ കണ്ട് മൊഴിയെടുത്തതായിട്ട് എനിക്കറിയാം. ഇന്ന് അങ്ങനെ ഒരു അന്വേഷണം നടന്നതായിട്ട് അറിവില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും വിവരാവകാശത്തിന് മറുപടി കൊടുത്തതായി ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇവിടെ തൃശ്ശൂരിലെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ അധികാരപ്പെട്ട ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ കയ്യിൽ നിന്നും പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് മൊഴിയെടുത്തിട്ടുള്ളതായിട്ട് ഇവിടെ അവർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഈ മൊഴിയെടുത്തത്? അപ്പം മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി ഗൗരവമായ സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം വസ്തുത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ നേരിട്ട് DGPയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറി ഓഫീസിലും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കൊടുക്കാൻ
തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെന്താണ് മറുപടി കിട്ടുന്നതെന്ന് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത കത്ത്, ആ കത്തിന് മറുപടി എനിക്കിതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ കത്ത് കൊടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അതിന് മറുപടി ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനിടയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ മറുപടി ഉണ്ടാവുമെന്നാണ്, അതിൽ വിവരം അറിയിക്കുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നാളിതുവരെയും എനിക്ക് എൻ്റെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കൊടുത്ത് സർക്കാരിൻ്റെ അറിവോടുകൂടിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഒരു പരാതി, വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു പരാതി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ പദവിയുള്ള വ്യക്തിയെ കൊണ്ട് വിഷയം അന്വേഷിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെയാണോ ഏൽപ്പിക്കുന്നതെന്നായിരുന്നു പോലീസ് അന്വേഷണത്തെക്കുറിച്ചുള്ള സുരേഷ് ഗോപിയുടെ പരിഹാസം. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല, അദ്ദേഹത്തിന് തീരുമാനിക്കാം. പക്ഷേ ഈ കള്ളനെ പിടിക്കാൻ കള്ളനെ എങ്ങനെയാണ് നിയമിക്കുന്നത്? ഒരു കള്ളന് നേരെ കംപ്ലൈന്റ് വന്നു. അപ്പോൾ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ മികച്ച കള്ളനെ എങ്ങനെയാണ് ഏൽപ്പിക്കുന്നത്? ഞാൻ കാക്കയെ റെഫർ ചെയ്തതല്ല. എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? പോലീസിന് നേരെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരം വരെയൊന്നും പോകരുത്. ജോലി ഏൽപ്പിച്ചാൽ 1, 2, 3 മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ജുഡീഷ്യൽ അന്വേഷണം എന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് യോഗ്യനായ ഒരാളെ കൊണ്ട് ആ സത്യം മൂടി വെക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം, കണ്ടെത്തൽ വേണം. ലബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾക്ക് മലയാളി ബന്ധമെന്ന് സൂചന. പേജറുകൾ വിൽപ്പന നടത്തിയ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന ഷെൽ കമ്പനിയുടെ ഉടമ മലയാളിയായ റിൻസൺ ജോസ് ആണ്. ബ്രിട്ടനിൽ വിദ്യാഭ്യാസം നേടിയ നോർവീജിയൻ പൗരത്വമുള്ള ആളാണ് റിൻസൺ ജോസ്. ലണ്ടനിൽ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയിൽ ജോലി നോക്കിയിരുന്ന റിൻസൺ ജോസ് 2015 നോർവേയിൽ താമസമായത്. അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങി. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ പൗരന്മാരോട് ബാങ്കറുകളിലേക്ക് മാറാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു. സുവി വിശ്വനാഥൻ ചേരുന്നു വിവരങ്ങളുമായി. സുവി, ഏറ്റവും പ്രധാനമായി ലെബനൻ സ്ഫോടനത്തിൽ ഒരു മലയാളി കൈ ഉണ്ടോ എന്നുള്ള സംശയം ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തന്നെ ഏറെ ആശങ്കയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? ഭവ്യ, ലെബനൻ ആക്രമണത്തിന് പിന്നിൽ ഒരു മലയാളി കൈ ഉണ്ടോ എന്നൊരു ആശങ്ക ഈ അടുത്ത നിമിഷം വരെയും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നോർവീജിയൻ പൗരത്വമുള്ള റിൻസൺ ജോസിന് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. 2 കമ്പനികളാണ് ഇയാൾക്കുള്ളത്. നോർട്ട ഗ്ലോബൽ, നോർട്ട ലിങ്ക് എന്നീ കമ്പനികൾ വഴിയാണ് സാമ്പത്തിക ഇടപാട്, അതായത് പണമിടപാട് നടത്തിയത് എന്നത് സംബന്ധിച്ച വാർത്തകളാണ് പുറത്തു വന്നത്. എന്നാൽ ഈ വാർത്തകളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ബൾഗേറിയ രംഗത്ത് വന്നിട്ടുണ്ട്. ബൾഗേറിയൻ കമ്പനിയാണ് ഈ നോർവൻ പൗരനായ റിൻസന്റെ കമ്പനി. ബൾഗേറിയൻ കമ്പനിയാണ്. ഈ ബൾഗേറിയ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള പണമിടപാടുകളും ഈ കമ്പനിക്ക് ഇല്ല. ഭീകര സംഘടനകളുമായി യാതൊരു തരത്തിലുള്ള പണമിടപാടുകളും നടത്തിയിട്ടില്ല. ഭീകര സംഘടനകളുമായി യാതൊരു തരത്തിലും ഈ കമ്പനി ഇടപെട്ടിട്ടില്ല. അനധികൃത പണമിടപാട് നടന്നിട്ടില്ല എന്നൊരു വിവരമാണ് നോർവീജിയൻ ബൾഗേറിയൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. സ്ഫോടക വസ്തുക്കൾ പേജറിലേക്ക് എവിടെ നിന്നാണ് എത്തിയത് എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. സാമ്പത്തിക ഇടപാടിൽ ഒരു മലയാളി ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനിയുടെ തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേരിലാണ് ഈ പേജറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് വിശദീകരണം ചോദിച്ചപ്പോൾ ഇത് തായ്വാൻ കമ്പനിയല്ല നിർമ്മിച്ചത് എന്ന വിശദീകരണമാണ് വന്നത്. തുടർന്ന് ഹംഗേറിയൻ കമ്പനിയായ BAC ആണ് തങ്ങൾക്ക് ഇത് നിർമ്മിച്ചു നൽകിയത് എന്ന് പറഞ്ഞു. തുടർന്ന് ഹംഗേറിയൻ കമ്പനിയായ BACയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് തങ്ങൾ ഇതിനൊരു ഉപകരാർ നൽകിയിരുന്നു. ആ ഉപകരാർ നൽകിയിരിക്കുന്നത് നോർവീജിയൻ കമ്പനിക്കാണ്. ആ നോർവീജിയൻ
കമ്പനി വീണ്ടും അത് ഉപകരാർ നൽകിയത് ഒരു ബൾഗേറിയൻ കമ്പനിക്കാണ്. ആ ബൾഗേറിയൻ കമ്പനിയിലാണ് മലയാളിയായ കമ്പനിയാണ് മലയാളിയായ റിൻസന്റേത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ നിഷേധിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബൾഗേറിയൻ ഏജൻസി നൽകുന്ന വിശദീകരണം നിയമപരമായ പണമിടപാട് മാത്രമാണ് നടന്നിരിക്കുന്നത്. റിൻസന് പങ്കുണ്ട് എന്ന സംശയം ഇല്ല. പണമിടപാട് നടത്തിയതെല്ലാം നിയമം പാലിച്ചാണ് നടന്നത്. നിയമം പാലിച്ചുള്ള പണമിടപാടാണ്. അല്ലാത്ത തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പണമിടപാടും നടന്നിട്ടില്ല. അനധികൃതമായ പണമിടപാട് നടന്നിട്ടില്ല. യാതൊരു തരത്തിലുള്ള ഭീകര സംഘടനകളുമായി റിൻസന്റെ കമ്പനിക്ക് പങ്കില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭവ്യ, ഈ റിൻസൺ ജോസിനെ കാണാതായിരിക്കുകയാണ്. അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നതായുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ടോ? പ്രധാനമായും ഇയാളെ കണ്ടെത്തുക എന്നത് വളരെ അത്യാവശ്യമാണ്. അന്വേഷണ ഘട്ടത്തെ സംബന്ധിച്ച് അയാളുടെ ഭാര്യയും കാണുന്നില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സുവി, റിൻസൺ ജോസിനെ കാണാതായിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അയാൾ ഒളിവിലാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ റിൻസൺ ജോസിന് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ സ്ഫോടനങ്ങൾ നടന്നതിന് തൊട്ട് പിന്നാലെയാണ് റിൻസനെ കാണാതായിരിക്കുന്നത്. അയാൾ ഒളിവിൽ പോയിരിക്കുന്നു എന്നത് സംബന്ധിച്ച വാർത്തകളാണ് പുറത്തു വരുന്നത്. അതാണ് ഈ സംശയം ബലപ്പെടുത്തുന്നതും. എന്നാൽ ഗാർഡിയൻ ഉൾപ്പെടെയുള്ള പത്രങ്ങളാണ് ഇപ്പോൾ ഈ ബൾഗേറിയയുടെ നിലപാട് വിശദീകരിച്ചിരിക്കുന്നത്. ബൾഗേറിയൻ ഏജൻസി പറയുന്നത് തങ്ങൾ യാതൊരു തരത്തിലുള്ള അനധികൃത ഇടപാടുകളും നടത്തിയിട്ടില്ല. ഈ പണമിടപാടുകൾ എല്ലാം തന്നെ നിയമം പാലിച്ചുകൊണ്ട് നടത്തിയ പണമിടപാടുകൾ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഭീകര സംഘടനകളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഈ റിൻസന്റെ കമ്പനിക്കില്ല എന്നത് സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റിൻസന് വേണ്ടിയുള്ള തിരച്ചിലും അന്താരാഷ്ട്ര തലത്തിൽ തുടരുകയാണ്. ഭവ്യ, സുവി, റിൻസനെ കാണാതായതിനാൽ തന്നെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടാകും എന്ന തരത്തിലായിരിക്കും ഒരു പക്ഷേ അന്വേഷണ സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ? കാരണം ഈ സംഭവം പുറത്തു വന്നതിന് ശേഷമാണ് ഇയാളെ കാണാതായത് എന്നുള്ള സൂചനകളാണ് വരുന്നത്. അപ്പോൾ ആ തരത്തിലായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നിഗമനവും അന്വേഷണം പുരോഗമിക്കുന്നതും അല്ലേ സുവി? ഈ കാര്യത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. നോർവീജിയൻ പൗരത്വമാണ് ഇപ്പോൾ ഇയാൾക്കുള്ളത്. ഇയാൾക്ക് മലയാളി ബന്ധമാണുള്ളത്. ഇവിടെ നിന്ന് ജനിച്ചു വളർന്നു. അതിനുശേഷം നോർവേയിലേക്ക് പോയ വ്യക്തിയാണ് റിൻസൺ. അതുകൊണ്ട് ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളല്ല പുറത്തു വരുന്നത്. ഇതിൽ ബൾഗേറിയക്കാരനായ അല്ലെങ്കിൽ നോർവീജിയൻ പൗരനായ റിൻസന് പങ്കുണ്ട്. അയാളുടെ ബൾഗേറിയയിലുള്ള കമ്പനി, ബൾഗേറിയയിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നോർട്ട ഗ്ലോബൽ, നോർട്ട ലിങ്ക് എന്നീ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബൾഗേറിയയിലാണ്. ആ ബൾഗേറിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നത്. എന്നാൽ ഈ ബൾഗേറിയ ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള ബന്ധവും ബൾഗേറിയൻ കമ്പനിയായ ഈ റിൻസന്റെ കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള ഭീകര സംഘടനകളുമായും ബന്ധമില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിയമം പാലിച്ചുള്ള പണമിടപാട് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അനധികൃതമായ പണമിടപാട് നടത്തിയിട്ടില്ല. യാതൊരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഇത് ചുക്കാൻ പിടിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ ബൾഗേറിയ നൽകിയിരിക്കുന്നത്. ഗാർഡിയൻ ഉൾപ്പെടെയുള്ള പത്രങ്ങളാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭവ്യ, സുവി, നമുക്കറിയാം ഈ ഇസ്രായേലായാലും ഇന്ത്യയുമായും വലിയ സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രമാണ്. നയതന്ത്ര ഇടപെടലടക്കം അത്രമാത്രം വിശാലമായ നയതന്ത്ര ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലൊരു രാജ്യത്ത് നടന്നൊരു സ്ഫോടനത്തിലാണ് ഇപ്പോൾ ഒരു മലയാളി കൈയുണ്ട് എന്നുള്ള സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നമ്മുടെ കേന്ദ്ര സംവിധാനങ്ങളെ, കേന്ദ്ര ഇടപെടലുകൾ ഏത് തരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് സുവി? ഈ സംഭവങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും. എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു വിശദീകരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനമോ ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന്, കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇസ്രായേലുമായും ഒപ്പം പലസ്തീനുമായും സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. ഒപ്പം തന്നെ ഇറാനുമായും സൗഹൃദ ബന്ധം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇന്ത്യൻ ഇടപെടലുകൾ ഇതുവരെയും നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരു പരസ്യ പ്രസ്താവനയ്ക്കും ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇന്ത്യ യാതൊരു തരത്തിലുള്ള സംശയവും ഈ സംഭവത്തിൽ നിലനിൽക്കുന്നില്ല എന്നും പറയാം. ഭവ്യ, സുവി, ഒരു കാര്യം കൂടി, റിൻസൺ എന്ന് പറയുന്നയാൾ ഒരു ഇടനിലക്കാരൻ മാത്രമാണ്, അല്ലെങ്കിൽ ഇയാൾ ഇതിൽ പെട്ടുപോയതാണ് എന്ന തരത്തിലുള്ള സംശയങ്ങളും വിവരങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ? കാരണം ഇയാളെ കാണാതായിരിക്കുന്നു എന്നുള്ളത് ഇതിന് ശേഷമാണ്. അപ്പോൾ അത് കൂട്ടി വായിക്കണം. ഒപ്പം ഇയാളുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ സുരക്ഷിതമാണോ എന്ന സംശയമുണ്ട് എന്നും അത്തരത്തിലുള്ള പല സൂചനകളും പുറത്തു വരുന്ന സാഹചര്യമാണ് സുവി.
റിൻസൺ എവിടെ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. റിൻസൺ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണ ഏജൻസികൾ. റിൻസണിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുക തന്നെയാണ്. അപ്പോഴാണ് ബൾഗേറിയയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. ബൾഗേറിയ പറയുന്നത് റിൻസന്റെ കമ്പനിക്ക് പങ്കില്ല എന്നൊരു വിശദീകരണമാണ് വന്നത്. പക്ഷേ ബൾഗേറിയയുടെ ഈ വാദത്തെ യാതൊരു തരത്തിലും അന്താരാഷ്ട്ര സമൂഹം പൂർണ്ണമായും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൾഗേറിയൻ കമ്പനിക്ക് ബന്ധമില്ല. ഭീകര സംഘടനകളുമായും തീവ്രവാദ സംഘടനകളുമായി റിൻസന്റെ നോർട്ട ഗ്ലോബൽ, നോർട്ട ലിങ്ക് എന്നീ കമ്പനികൾക്ക് പങ്കില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. അതേസമയം ഹിസ്ബുള്ള തിരിച്ചാക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹിസ്ബുള്ളൻ മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഒപ്പം തന്നെ ആ അതിർത്തി പ്രദേശങ്ങളിലുള്ളവരോട് ബങ്കറുകളിലേക്ക് മാറാൻ ഇസ്രായേൽ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഭവ്യ. സുബി വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. റിൻസന്റെ കമ്പനിക്ക് പേജർ സ്ഫോടന പരമ്പരയുമായി ബന്ധമില്ലെന്ന് ബൾഗേറിയൻ അന്വേഷണ ഏജൻസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. റിൻസന്റെ കമ്പനി നടത്തിയ പണമിടപാടുകൾ രാജ്യത്തിന്റെ നിയമം പാലിച്ചാണെന്നും രാജ്യം വ്യക്തമാക്കി. ലെബനിൽ സ്ഫോടനം നടന്ന ശേഷം റിൻസനെ കാണാതായതാണ് സംശയത്തിനിടയാക്കിയതെന്നും പ്രാഥമിക അന്വേഷണം നടത്താൻ കാരണമായതും. അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ പൗരന്മാരോട് ബങ്കറുകളിലേക്ക് മാറാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു. നിലമ്പൂർ എംഎൽഎ PV അൻവർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അന്വേഷണത്തിന് നിർബന്ധിതരായി CPM. ഇത്രയും നാൾ പാർട്ടിക്ക് പരാതി ലഭിച്ചില്ല എന്ന നിലപാടായിരുന്നു നേതൃത്വത്തിന്. കഴിഞ്ഞ ദിവസമാണ് PV അൻവർ നേതൃത്വത്തിന് രേഖാമൂലം പരാതി നൽകിയത്. CPMന്റെ സംസ്ഥാന സമിതി അംഗവും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ P ശശിക്കെതിരെ നേരത്തെ തന്നെ PV അൻവർ ഭരണകക്ഷി MLA ആരോപണം ഉന്നയിച്ചതാണ്. എന്നാൽ ഇതുവരെയും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സർക്കാരിൻ്റെയോ CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടെന്ന ചോദ്യത്തിന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞത് ശശിക്കെതിരെ ഒരു പരാതിയും അൻവർ നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലും അതുപോലെ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്തിലും P ശശിയുടെ പേരോ അദ്ദേഹത്തിന് നടപടി വേണമെന്നോ അൻവർ ആവശ്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ പരാതി ലഭിച്ചാൽ നടപടി എടുക്കാം, അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് പോകാമെന്നാണ് CPM വ്യക്തമാക്കിയത്. ആ പരാതിയാണ് ഇന്നലെ PV അൻവർ പ്രത്യേക ദൂതൻ മുഖേന AKG സെൻറ്ററിലേക്ക് കൊടുത്തുവിട്ടിരിക്കുന്നത്. ആ കത്ത് സ്വാഭാവികമായും CPM സംസ്ഥാന സെക്രട്ടറി അഭിസംബോധന ചെയ്തതാകും. എങ്കിലും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യേണ്ടി വരും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അങ്ങനെ ഒരു പരാതി ലഭിക്കുമ്പോൾ സംസ്ഥാന സമിതി അംഗത്തിനെതിരെ, മുഖ്യമന്ത്രി ഓഫീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പരാതി ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ച ചെയ്യാൻ CPM നിർബന്ധിതമായി തീരും. അവിടെ പിന്നീട് അന്വേഷണ കമ്മീഷനിലൂടെയാണോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള വിശദീകരണം തേടിയ ശേഷമാകുമോ ശശിക്കെതിരെ ഉള്ള നടപടികളുമായി CPM മുന്നോട്ട് പോകുക എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ശശിക്കെതിരെ പാർട്ടി അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പാർട്ടി അന്വേഷണത്തിന് അപ്പുറത്തേക്ക് CPMന്റെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. സമ്മേളനങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി ഇത് വീണ്ടും മാറും. P ശശിയെ കൃത്യമായ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് MR അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വന്ന ദിവസം. അത്തരമൊരു അടുത്ത നീക്കം, രണ്ടാമത്തെ വിക്കറ്റ് നിലയിലേക്കാണ് PV അൻവർ ശശിയെ കാണുന്നത്. അത് CPM രാഷ്ട്രീയത്തിലും വളരെ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കാരണം PV അൻവറിൻ്റെ നീക്കങ്ങളെല്ലാം പാർട്ടിക്ക് പുറത്തുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതല്ല. കൃത്യമായി പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള നീക്കങ്ങളുടെ ഭാഗമാണ് അൻവറിൻ്റെ ഈ ഇപ്പോഴത്തെ ഇടപെടലുകളെന്നാണ് CPM നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത്. CPM നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെ അൻവറിന് പിന്നിലുണ്ട്. P ശശി ഒരുപക്ഷെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു. അവിടെയാണ് ഒരു ചെക്ക് വയ്ക്കുന്നത് ശശി വിരുദ്ധർ, അല്ലെങ്കിൽ ആരാണോ അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ. അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ നീക്കം CPMനുള്ള രാഷ്ട്രീയ നീക്കമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. അവിടെയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിന് PV അൻവർ നൽകിയിരിക്കുന്ന ഈ കത്തിൻ്റെ പ്രസക്തി ഏറുന്നത്. ഈ ആഴ്ച CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുന്നില്ല. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും സെക്രട്ടറി യോഗം ചേരും. അവിടെ ഈ വിഷയം CPM ചർച്ച ചെയ്യും. എങ്ങനെയാകും CPM നേതൃത്വം സംസ്ഥാന സമിതി അംഗമായ ശശിക്കെതിരെയുള്ള ഗുരുതരമായ ഈ ആരോപണങ്ങളെ കാണുക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ CPM രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുക. P ശശിക്കെതിരെ നൽകിയ പരാതി പാർട്ടി ഗൗരവത്തിലെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് PV അൻവർ MLA ന്യൂസ് 18നോട്. പല നിർണായക അന്വേഷണ വിവരങ്ങളും റിപ്പോർട്ടുകളും മുഖ്യമന്ത്രി അറിയാതെ P ശശി തടഞ്ഞുവെച്ചു. ഇതിലെ വസ്തുത പാർട്ടി അന്വേഷിക്കട്ടെ. താൻ ഉയർത്തിയത് ജനകീയ വിഷയമാണെന്നും പാർട്ടി ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നും PV അൻവർ MLA ന്യൂസ് 18നോട്. ശ്രീ PV അൻവർ MLA ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അങ്ങ് അക്കമിട്ട് ഉന്നയിച്ച ആവശ്യങ്ങൾ അത് പതുക്കെ സർക്കാർ അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ
ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം, സുജിദാസിനെതിരെ വിജിലൻസ് അന്വേഷണം. എന്താണ് ഈ ഘട്ടത്തിൽ ആദ്യ പ്രതികരണം? അല്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ അത് നല്ല രീതിയിൽ പോയി. ഈ പറയുന്ന ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ അടിസ്ഥാനപരമായ എഴുതി കൊടുത്ത കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കേണ്ട സംഗതികളാണ്. എയർപോർട്ട് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് 100 ചില്ലാനം പാസഞ്ചേഴ്സിനെയാണ് അവർ കേസെടുത്തിട്ടുള്ളത്. ആ 100 ചില്ലാനം പാസഞ്ചേഴ്സിനെയും എന്ത് വേണം, ഈ പറയുന്ന അന്വേഷണ സംഘം അവരെ കണ്ടെത്തണം. സ്വാഭാവികമായിട്ടും അഡ്രസ്സും കാര്യങ്ങളും കോടതി കിടക്കുന്നതല്ലേ. അവരെത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് ഇവർ പിടിച്ചത്, ഏതൊക്കെ പോലീസുകാരാണ് ഉണ്ടായിരുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എത്രത്തോളമാണ് അവരെ മർദ്ദിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അവരുടെ ഈ പറയുന്ന പുറം ലോകം കാണാത്ത വിധം മയക്കുമരുന്ന് കേസിൽ അവരെ ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ അവരെങ്ങനെയാണ് തയ്യാറെടുപ്പിച്ചത്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പോഴേ ഇത് തെളിയുള്ളൂ. ആ തരത്തിലേക്ക് അന്വേഷണം ഡീപ്പ് റൂട്ടഡായിട്ട് താഴേക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. പി ശശിക്കെതിരെ അങ്ങ് പരാതി എഴുതി കൊടുത്തു. കഴിഞ്ഞ ദിവസം പ്രത്യേക ദൂതൻ വഴി അയച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങ് നൽകുന്ന പരാതി പാർട്ടി എത്രമാത്രം ഗൗരവത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഗൗരവത്തിൽ, വളരെ ഗൗരവത്തിൽ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, ഒരു പാർലമെൻ്ററി പാർട്ടി മെമ്പർ കൂടിയായ ഒരു വ്യക്തിയാണല്ലോ ഞാൻ. അത് വളരെ ഗൗരവത്തിൽ പാർട്ടി അന്വേഷിക്കുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അങ്ങ് അതിൽ പരാമർശിച്ചിട്ടുള്ളത്? അതിൽ പരാമർശിച്ച കാര്യം നമുക്ക് പുറത്തു പറയാൻ പറ്റുന്നതല്ല. അത് പാർട്ടിയുമായ ഇൻറ്റേർണൽ കാര്യങ്ങളാണ്. അത് പാർട്ടിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഈ ADGPയുടെ ഈ ഒരു നിയമലംഘനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ പോകുന്ന പല കാര്യങ്ങളും ഈ ശശി തടഞ്ഞു വെക്കുന്നുകൊണ്ടായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോഴും അങ്ങനെ തന്നെ കരുതുന്നത്. അതിലൊന്നും ഒരു മാറ്റമില്ല. എൻ്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത്. അതായത് പല സുപ്രധാന വിവരങ്ങളും പി ശശി മുഖ്യമന്ത്രി അറിയാതിരിക്കാൻ വേണ്ടി തടഞ്ഞു വെച്ചു അല്ലേ? ഇൻക്ലൂഡിങ് ഇപ്പോൾ ഈ പറയുന്ന DGPയുടെ ADGPയുടെ BJP നേതാക്കളുമായിട്ടുള്ള RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞ സന്ദീപാനന്ദഗിരിയുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിച്ചു, അത് വഴിതിരിച്ചു വിടാൻ പോലീസിലെ ആദ്യ സംഘം പരിശ്രമിച്ചു എന്ന് രണ്ടാമത് കേസ് അന്വേഷിച്ച DYSP കൊടുത്ത റിപ്പോർട്ട് അത് പൊരുത്തപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും പ്രമാദമായ പാർട്ടിയുടെ ഏറ്റവും എന്താ പറയുക ത്യാഗോജ്വലമായ സമരം നടത്തിയതാണ് സോളാർ കേസ്. ആ സോളാർ കേസിൽ ആ പറയുന്ന പരാതിക്കാരിയായ സരിതയെ സ്വാധീനിച്ചത് ഈ അജിത് കുമാറാണ് എന്ന് അവർ തന്നെ പറയുന്നു. അതിൻ്റെ കാരണങ്ങൾ അവർ എണ്ണി പറയുന്നു. അതിനുശേഷം എന്താണ് CBIക്ക് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചത് അവരാണെന്ന് പറയുന്നു. CBI അന്വേഷണം തുടങ്ങിയപ്പോൾ ഈ കേസ് ആരന്വേഷിച്ചാലും തെളിയില്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. നിങ്ങൾ ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറഞ്ഞാൽ നിങ്ങളുടെ കടം വീട്ടാൻ ഞാൻ സഹായിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാൻ, നിങ്ങളുടെ ജീവിതം സെറ്റിൽ ചെയ്യാൻ കഴിയും, നിങ്ങൾ വേറെ എവിടെ പോയിട്ടും കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ മൊഴി മാറ്റണം എന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം ഈ പാർട്ടിയെ പ്രതിസന്ധിയാക്കിയുള്ള കാര്യങ്ങളാണ്. ശശിയുടെ അറിവോടെയാണ്. അല്ല, ശശിയുടെ അറിവോടാണോ അല്ലേ എന്നുള്ളത് പാർട്ടി അന്വേഷിക്കട്ടെ. എല്ലാത്തിലെയും ഇതിലെ നായകന് ആരാണ്? ADGP അജിത് കുമാറാണല്ലോ. പിന്നെ 3 വർഷത്തോളമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത്. അപ്പോൾ ഒരു IPS ഓഫീസർ, ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ട് മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല. ഇവിടെ വിജിലൻസ് ഉണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, SSB ഉണ്ട്, ക്രൈംബ്രാഞ്ച് ഉണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. കൊണ്ടോട്ടി അങ്ങാടിയിലെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവപ്പെട്ട തൊഴിലാളിക്കും അവിടെ കടല വറുക്കുന്ന സാധാരണക്കായ മനുഷ്യർക്ക് പോലും ഈ കാര്യങ്ങൾ അറിയാം. പിന്നെ എങ്ങനെ ഈ ഒരു സംവിധാനം ഒന്നും അറിയാതെ ഈ കാര്യങ്ങൾ നടത്തി എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതല്ലേ. അപ്പോൾ ആ കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ പാർട്ടിയിൽ എത്രമാത്രം പിന്തുണ കിട്ടുന്നുണ്ട് താഴെ തട്ടിൽ നിന്ന്? ഇത് ജനങ്ങളല്ലേ. പാർട്ടി എന്ന് പറയുന്നത് ജനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നേതാക്കളല്ലല്ലോ, ജനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജനത്തിൽ ഇവരെല്ലാവരും വരുന്നുണ്ട്, എല്ലാ വിഭാഗം വരുന്നുണ്ട്, എല്ലാ നേതാക്കളും വരുന്നുണ്ട്. അപ്പോൾ ഒരു ജനകീയമായ വിഷയമാണ് ഞാൻ ഉയർത്തിയിട്ടുള്ളത്. അത് എൻ്റെ വലിപ്പമല്ല. ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്, സത്യം പുറത്തു വരണമെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും ജനങ്ങളുടെ ആ വികാരത്തോടൊപ്പമല്ലേ പാർട്ടി നിൽക്കുന്നു. അവർ PV അൻവറിനോടൊപ്പം അല്ലല്ലോ നിൽക്കണമെന്നല്ലല്ലോ ഞാൻ പറയുന്നത്. ഈ പാർട്ടി ഒരിക്കലും സമ്മർദ്ദത്തിലാകുന്ന ഒരു പാർട്ടി അല്ലല്ലോ ഇത്. ഇതിൽ വസ്തുത ഉണ്ടെങ്കിൽ ആ പാർട്ടി നിലപാട് സ്വീകരിക്കുമല്ലോ. എന്താണെങ്കിലും ഇനി ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം നടത്തി ശരിയായ തീരുമാനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100% അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ പാർട്ടി കൃത്യമായ നടപടിയിലേക്ക് എത്തും. ഒപ്പം തന്നെ ADGPക്കെതിരായി ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ അതിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും PV അൻവർ അഭിപ്രായപ്പെട്ടു. മഞ്ചേരിയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. കൊച്ചിയിൽ വൻ സെക്സ് റാക്കറ്റ് പിടിയിൽ. പെൺവാണിഭ സംഘത്തെ നിയന്ത്രിച്ചിരുന്ന 2 വനിതകൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച പെൺകുട്ടിയെ സംഘം 20-ലേറെ പേർക്ക് എത്തിച്ചു നൽകിയെന്നാണ് വിവരം. കൊച്ചിയിലെ സെക്സ് റാക്കറ്റ് സംഘാംഗമായ തിരുവനന്തപുരം സ്വദേശി ജഗിത, എറണാകുളം സ്വദേശി വിപിൻ, ബംഗളൂരു സ്വദേശി സെറീന എന്നിവരാണ് എളമക്കര പോലീസിന്റെ പിടിയിലായത്.
തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. തങ്ങൾ നിരപരാധികളാണെന്നും താൻ പെൺകുട്ടിക്ക് സംരക്ഷണം ഒരുക്കുക മാത്രമായിരുന്നു ചെയ്തതെന്നും ജഗിത. കഴിഞ്ഞ ആഴ്ച കൊച്ചിയിലെത്തിച്ച പെൺകുട്ടിയെ ഇതിനോടകം തന്നെ 20-ലേറെ പേർക്ക് മുന്നിൽ കാഴ്ചവെച്ചു. മാതാപിതാക്കൾ നഷ്ടമായ പെൺകുട്ടി 12-ാം വയസ്സിലാണ് ബന്ധുവിനോടൊപ്പം ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലെത്തിയത്. പിന്നീട് പെൺകുട്ടി സെക്സ് റാക്കറ്റിന്റെ പിടിയിലാകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിനിരയായി. പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി സംഘത്തിലെ ഒരാൾ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പോലീസിന്റെ വലയിലാകുന്നത്. പെൺകുട്ടിയെ പോലീസ് സംരക്ഷണത്തിലേക്ക് മാറ്റി. കൂടുതൽ പേർക്ക് കേസിൽ പങ്കുണ്ടോ എന്നാണ് അന്വേഷണം. ന്യൂസ് 18 കൊച്ചി. ഗോൾഡ് റേറ്റ് കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6885, പവൻ 55,080. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5715, പവന് 45,720. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. സിഡ്നി ഇല്ലാവാരയിലെ പ്രവാസി മലയാളികളുടെ കൂട്ടായ്മ ഓണം ആഘോഷിച്ചു. KSSന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ നടി ഭാവന ഉദ്ഘാടനം ചെയ്തു. ഡാപ്റ്റോ റിബൺവുഡ് സെന്ററിൽ റിയാലിറ്റി ഷോ ജേതാക്കളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇതോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മൾ ഈ ഓണം ജോറാക്കും. പച്ചടി വേണം, കിച്ചടി വേണം, ഉള്ളൊരു പന്തിയിലാവോണം. ഇങ്ങാട്ട് നോക്കടി പെണ്ണെ, മാവേലി പൂക്കളം കണ്ട അയ്യോ ദാരുടെ വേല, നാമെല്ലാം ഒത്തൊരു വേല. ഇത് നാടൻ തിരുവോണം, തലമുറയുടെ വിളയാട്ടം. തടയല്ലേ തടി കേടാവും, അതയിളകണ പമ്പം താര. കാലം പുതുപച്ചിരിയോടെ കാലം പുഞ്ചിരിയോടെ. ആരൊക്കെ അതിനകത്ത്